ഉദാഹരണത്തിന് നമ്മുടെ പാർലമെന്റിന്റെ തൊട്ട് മുമ്പിലൊരു പള്ളിയുണ്ട്. ആ പള്ളി എന്ന് പറയുന്നത്, ആ പള്ളിയുടെ ഇമാമാണ് ഇപ്പോൾ മൊഹിബുള്ള നദ്വി, നമ്മുടെ റാംപൂരിലെ ലോക്സഭ MP ആണ്. അദ്ദേഹത്തിന്റെ ആ പള്ളി എന്ന് പറഞ്ഞാൽ 300 കൊല്ലം പഴക്കമുള്ള പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുടെ രേഖകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ രേഖകളൊന്നുമില്ല. അത് ഈ പറയുന്ന പോലെ വഖഫ് ബൈ യൂസർ എന്ന രീതിയിൽ അവിടെ വഖഫിന്റെ ബോർഡിൽ രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്ന ഒരു സ്വത്താണ്. ഈ സ്വത്തിന് ഈ നിയമം വെച്ചിട്ട്, ഈ പറയുന്ന പാർലമെന്റ് പള്ളി എന്ന് പറയുന്ന പള്ളിക്ക് ഈ നിയമം വെച്ചിട്ട് ഒരു പക്ഷേ ആരെങ്കിലും തർക്കം ഉന്നയിക്കുകയാണ്. തർക്കം ഉന്നയിച്ച് പറയുകയാണ് ഇപ്പോൾ പുതിയ പാർലമെന്റിന്റെ മതിലും ഈ പള്ളിയും തമ്മിൽ ഏകദേശം ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പൊ എന്തായാലും അവർക്ക് ഈ പള്ളിയൊക്കെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയൊരു അഭിലാഷമായിരിക്കും. ആരെങ്കിലും പറയുകയാണ് ഈ പള്ളിയിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തർക്കം ആ ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് തർക്കമായിട്ട് തോന്നുകയാണെങ്കിൽ ആ പള്ളി പിന്നെ വഖഫല്ലാണ്ടായി മാറുകയാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ച് കയറിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായി മാറുകയാണ്. അത്ര എളുപ്പമാണ് ഈ പറയുന്ന നൂറ്റാണ്ടുകളായിട്ടുള്ള നമ്മുടെ പള്ളികളും അതേപോലെ തന്നെ വഖഫ് സ്ഥാപനങ്ങളും എല്ലാം വഖഫ് നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രമാത്രം കിരാതമായിട്ടുള്ള ഒരു നിയമമാണ് ഇത് എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല.